നമ്മുടെ പാലങ്ങളൊക്കെ പണിയെടുക്കാൻ സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്ന സമയമൊക്കെ പോകട്ടെ, നമ്മൾ കേരളയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നു എങ്കിൽ പോലും 2025-26 കാലത്ത് 2276 കോടി വരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ലേ ശ്രീ അനിൽകുമാർ? സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നാളെ നല്ലൊരു ലോകം, ഇന്നുള്ള ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നാളെ നല്ലൊരു യോഗം, ആ ലോകത്ത് എല്ലാ മനുഷ്യർക്കും എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന സ്വപ്നം, അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വപ്നം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ആ സ്വപ്നം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാൻ പൊരുതുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രീതി. സഖാവെ നിങ്ങൾ സ്പെയിനിലേക്ക് അല്ലെങ്കിൽ സഖാവെ നിങ്ങൾ റഷ്യയിലേക്ക് പോവുക എന്നല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. സഖാവെ പിണറായി കേരളം ഭരിക്കുക എന്ന് തന്നെയാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അതിൽ നിരാശയുള്ളവരൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ ഞങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം നടപ്പാക്കണം. ഇത് സ്വപ്നമായിട്ടല്ല, യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാനുള്ള പ്രതിബദ്ധത ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇവിടെ ബഹുമാനപ്പെട്ട മാധു പറഞ്ഞല്ലോ, ഉരുക്കുമുഷ്ടി കൊണ്ടാണോ ദേശീയപാത വികസിപ്പിക്കുന്നത്? ഇവിടെ എന്തോ അറിവിന്റെ കുറവ് കൊണ്ട് ഇവർ എതിർക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുമ്പ് തന്നെ രണ്ടാം ദേശീയപാത ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. 2020 മുതൽ 25 വരെ ബേസ് ഇയർ ആയി കണക്ക് കൂട്ടുന്നു. അതിൽ 2 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ സ്വപ്നം കാണുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, സ്വപ്നത്തിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്നവരാണ്. കഴിഞ്ഞുപോയ 2 വർഷത്തെ ആദ്യം പറഞ്ഞ ഉരുക്കുമുഷ്ടി എന്നൊരു വാക്ക് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് നല്ല കാര്യത്തിലെ പറ്റുള്ളൂ. എത്ര സമയം വേണ്ടി വരും ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ പോലും എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ നടപ്പിലാക്കുന്നു എന്നല്ല പറയുന്നത്. ഗവേഷണമൊക്കെ നടത്തിയിട്ട് നടപ്പിലാക്കിയാൽ പോലും 2024 ആകില്ലേ? 2024 നമുക്ക് പണി തുടങ്ങാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് എത്രയാണ്? 1 വർഷക്കാലം. ഈ 1 വർഷക്കാലം കഴിയുമ്പോൾ 2276 കോടി ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഒന്നായി മാറ്റുമോ? ഒറ്റ വർഷക്കാലം കൊണ്ട് പണി തീർത്ത് അതെന്തൊരു നിർമ്മിതിയായിരിക്കും? മാധു ഇപ്പൊ പറഞ്ഞതിനേക്കാൾ നീചമായിട്ടൊരു കാര്യം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീടിന്റെ വാതിൽ ആരോ ചവിട്ടി പൊളിക്കുന്നു. എന്താ സംഭവം? അത് കേരളയിലുമായിട്ട് എന്താ ബന്ധം? അത് കേരളയിലുമായിട്ട് എന്താ ബന്ധം? അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കിടയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഒരാളുടെ വീട്ടിലെ രംഗങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായില്ലേ? മനസ്സിലായി. അത്രയധികം പ്രക്ഷോഭങ്ങൾ ഒരു കാര്യം കൂടെ പറയാം. മനസ്സിലായി. അങ്ങനെ വീടിനകത്ത് കയറി മരിക്കുമെന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് നാടകം കളിപ്പിക്കുമ്പോ ദേശീയപാതയിൽ അങ്ങനെ നാടകം കളിക്കാൻ ആളെ കിട്ടുന്നില്ല. ഇവരെ സമരസമിതി പറയാൻ ഉദ്ദേശിക്കുന്നത് മറുപടി സമരസമിതി പ്രക്ഷോഭക്കാരുടേത് കൂടിയല്ലേ? അല്ലല്ല, അങ്ങ് നേരത്തെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിനെ പറ്റി പറഞ്ഞല്ലോ അല്ലേ? ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. എനിക്ക് മറുപടി പറയാൻ അനുവദിക്കൂ. അവന് ജീവിക്കാൻ വഴിയില്ലെന്നറിഞ്ഞ്, അവന് മക്കളുടെ വിദ്യാഭ്യാസമോ വിവാഹമോ വഴിയില്ലെന്നറിഞ്ഞ് ഇത്തിരി പെട്രോളോ മണ്ണെണ്ണയോ എടുത്ത് ആത്മഹത്യ ചെയ്യും, എന്റെ പറമ്പിൽ കയറിയാൽ നാടകം എന്നാണോ അങ്ങ് വിളിക്കുന്നത്? നിങ്ങള് നാടകം വിളിക്കും. ഞാൻ മറുപടി പറയട്ടെ. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. ഈ കേരളത്തിന് വേണ്ടി എടുക്കേണ്ടി വരുന്ന സ്ഥലത്തിന്റെ 2 സ്ഥലം ദേശീയപാതയ്ക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അവിടെ നിന്നും ആരാ ഇങ്ങനെ വീടിനകത്ത് കയറി ആത്മഹത്യ ഭീഷണി മുഴക്കാത്തത്? ശ്രീ അനിൽകുമാർ, അവിടെ ആരും മണ്ണെണ്ണയായിട്ട് നടക്കാത്തതന്നെ. വൈകാരിക പരിസരം അതുകൊണ്ട് ഒരു കാര്യം എന്നാ പിന്നെ അപ്പോൾ അങ്ങ് അധിക്ഷേപിക്കാമോ? വെറുതെ ഒരേ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ടോ? അത് നിങ്ങൾ കാണിക്കുമ്പോഴാണ് നാടകമാകുന്നത്. അങ്ങനെയുള്ള വൈകാരികതയെ നിങ്ങൾ അവതരിപ്പിക്കുകയും അത് കേരളത്തിന്റെ പൊതുവികാരാണെന്ന് വരുത്താൻ ശ്രമിക്കുകയും അത് ഞങ്ങൾ അവരെ കേൾക്കണ്ടേ? ഞങ്ങൾ അവരെ കാണുകയും കാണിക്കുകയും വേണ്ടേ? അങ്ങ് പറയുന്ന ആളുകളെ മാത്രം ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ മതിയോ? കേരളയിൽ കാണിക്കുന്നില്ലേ? ചോദിക്കാൻ ഒരാളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ശ്രീ അനിൽകുമാർ. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. നാടിന്റെ വികസനത്തിനൊപ്പം മുന്നോട്ട് പോകാൻ വളരെ സന്തോഷമാണ്. ഈ രീതിയാണ്. അത് നാടകമല്ലേ? പെട്രോളും തീപ്പെട്ടിയും കൊണ്ട് നിൽക്കുമ്പോൾ നാടകം അല്ലേ? ചൂടാനല്ല, ഞങ്ങൾക്ക് എല്ലാവരുടെയും വികാരം അറിയാം, വീടില്ലാത്തവന്റെ വികാരം അറിയാം. പക്ഷേ അവർക്ക് വില കൊടുക്കുമെന്നവരെ ബോധ്യപ്പെടുത്തണം. അവർ മണ്ണെണ്ണ കനാസ് എടുക്കുകയല്ലേ വേണ്ടത്, നല്ല വില കൊടുക്കും. അക്ഷരം പ്രതി ശരിയാണ് ശ്രീ അനിൽകുമാർ. അവരെ ബോധ്യപ്പെടുത്തണം. അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആരാണ്? അവരോട് സംസാരിക്കാൻ തയ്യാറേണ്ടത് ആരാണ്? അധികൃതരാണ്. അവരാണ് ഒരു കാര്യത്തിനും തയ്യാറാവാതെ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു, ഇത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അത് ബോധ്യപ്പെടുത്തണ്ടേ? ബോധ്യപ്പെടാതെ വരുമ്പോഴല്ലേ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇറങ്ങുന്നത്, ആത്മഹത്യക്ക് ഇറങ്ങുന്നത്.
അവരെ ബോധ്യപ്പെടുത്തണ്ടേ? ശരിയായ നാടകം എന്ന് വിളിക്കുകയാണോ ശരിയായ വേണ്ടത്? ചോദ്യം. ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന മാർക്കിംഗ് മാത്രമാണ്. അങ്ങനെ വസ്തുത മനസ്സിലാക്കാൻ ഏജൻസിയെ പോലും തീരുമാനിക്കാതെ ഈ മണ്ണെണ്ണ എടുക്കുന്നതിന്, ഈ കോലാഹലം എടുക്കുന്നതിന് ഇവരാളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആകെ ചെയ്യാൻ പോകുന്ന കാര്യം ഏത് വഴിയിലൂടെയാണ് പോകുന്ന അളവെടുക്കും. അളവെടുത്ത് കഴിയുമ്പോൾ അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള സ്ഥലത്തൂടെ പോകുന്നില്ല, മിനിമം സ്ഥലത്തൂടെ പോകുന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യപ്പെടും. ഇതിന്റെ പ്രശ്നം മണ്ണിൽ തൊട്ട് നിൽക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. എന്റെ വീടിന് മുന്നിൽ ഒരു രാത്രി ഒരു കോൺക്രീറ്റ് തൂണ് വരികയാണ്. ഈ സ്ഥലം വിറ്റ് എന്റെ ഏറ്റവും അടിയന്തരമായ ഒരു കാര്യം നിവർത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്റെ മകളുടെ വിവാഹമോ പഠനമോ മാതാപിതാക്കളുടെ ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും. ഈ കോൺക്രീറ്റ് തൂണ് കണ്ടിട്ട് അഡ്വാൻസ് തന്നിട്ട് പോയ ഒരാൾ ഈ സ്ഥലം ഏറ്റെടുക്കുമോ? സർക്കാരിന്റെ നഷ്ടപരിഹാരം കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ഇനി ഇതിന്റെ കച്ചവടം നടക്കുകയുള്ളൂ. അതുവരെ കണ്ടിരുന്ന പരിഹാരം സ്വപ്നം പോകട്ടെ. ജീവിത പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരം അവിടെ അടഞ്ഞു പോവുകയാണ്. മാധു പറഞ്ഞതിൽ തെറ്റുണ്ട്, നിയമപരമായി തെറ്റുണ്ട്. അടയാളപ്പെടുത്തിയ ഒരു സ്ഥലവും കൈമാറ്റം ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. ആര് വാങ്ങും ശ്രീ അനിൽകുമാർ? ഒരു തടസ്സമില്ല, നിയമപരമായ ഒരു തടസ്സമില്ല. അത് വാങ്ങുന്ന വാങ്ങുമോ? ഇപ്പോൾ ഞാൻ വാങ്ങും. എന്റെ കൈ പണം ഉണ്ടോ? ഞാൻ വാങ്ങില്ല. എന്റെ കയ്യിൽ പണമില്ല. അതായത് ഞാൻ വാങ്ങില്ല. എനിക്ക് വീട് വെക്കാൻ 4 സെന്റ് സ്ഥലം വാങ്ങണമെന്നുള്ളതാണ് ഞാനൊരു ആയുഷ്കാലം പണിയെടുക്കുമ്പോൾ എന്റെ അടിസ്ഥാനപരമായ ആവശ്യം. അവിടെ അതിന്റെ നടുക്കുകൂടി ഈ 8 മീറ്റർ വീതിയിൽ 2ആയിട്ട് കെട്ടി തീർക്കുന്ന ഒരു റെയിൽവേ പാളം പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങില്ല. സത്യമായിട്ട് ഞാൻ വാങ്ങില്ല. കേരളയിൽ വരുമ്പോൾ എന്തോ ഒരു ഛർദി, അങ്ങനെ ഛർദിക്കുന്ന ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തകട്ടലാണ്. ആ അജീർണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അജീർണമാണ്. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. അത് ഇതിനെക്കുറിച്ചൊക്കെ ഈ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല, ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ കഴിയൂ. ഇവരെ സംബന്ധിച്ച് അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയും ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുക എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കണം, അത് അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇലക്ഷൻ ജയിച്ചതുകൊണ്ട് മാത്രമുള്ള ധാർഷ്ട്യമാണ് ശ്രീ അനിൽകുമാറിൽ തുടങ്ങി ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ സംസാര രീതിയിൽ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടല്ലോ, കേരളവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കല്ല് കുഴിച്ചിടാൻ ചെന്നപ്പോൾ അവരുടെ വൈകാരികമായ പ്രകടനം അഥവാ വൈകാരികമായി അവർ ഇടപെടേണ്ടി വന്നപ്പോൾ അവർ നടത്തിയിട്ടുള്ള വൈകാരിക പ്രകടനത്തെ പോലും നാടകം എന്ന് ആക്ഷേപിക്കുന്ന ഒരു CPM-ന്റെ പ്രതിനിധിയെക്കുറിച്ച് ഞാൻ എന്താ പറയുക? അത് നാടകം എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും അവരുടെ കൈവശമുള്ള ഭൂമിയെ സംബന്ധിച്ച് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ആ ഭൂമികൾ. അത്തരക്കാരൊക്കെ വൈകാരികമായി പ്രതികരിക്കുക സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് വൈകാരികമായി പ്രതികരിക്കുന്നത്? അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധ്യവുമില്ല. ഇത് എന്ന് തുടങ്ങുമെന്നോ എവിടെ അവസാനിക്കുമെന്നോ എത്ര രൂപ കിട്ടുമെന്നോ ഇത് ഞങ്ങളുടെ വസ്തുവിലേക്ക് കൂടെ തന്നെ പോകേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചോ ഒന്നും ഒരു വ്യക്തതയും വരുന്നില്ല. ഈ വ്യക്തത വരുത്തണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അപ്പോൾ ഈ അത്തരത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്നവരോടൊക്കെ നാടകമാണ് നിങ്ങൾ നടത്തുന്നതെന്ന് പറയുവാനുള്ള ശേഷി ഈ ഭരണകർത്താക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? കുമാറിൽ തുടങ്ങുന്നവർക്കേ ഉണ്ടാവുകയുള്ളൂ. ദയനീയം, കഷ്ടം, പരമകഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള നിങ്ങളുടെ ഒരു അവമതിപ്പുണ്ടല്ലോ, 2ാം തവണ കിട്ടിയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ധാർഷ്ട്യം, ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകളൊന്നും ആവർത്തിക്കുന്നില്ല. ആ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഒക്കെ ഉണ്ടല്ലോ, ഇത് പരിധി വിടുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവര് തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ?